നമുക്കപ്പോൾ ഇന്ന് SFTയും BMD എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തു. ഒരു ബീം തന്നിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞ 3 സപ്പോർട്ട് ഉണ്ട്. എയും സിയും എന്ന് പറയുന്നത് ഹിഞ്ച്ഡ് അല്ലെങ്കിൽ റോളർ സപ്പോർട്ടാണ്. ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. ത്രൂ ഔട്ട് ദ ബീം എന്താണ് ഒരു UDL ഉണ്ട് 20 kN/m. ABയുടെ സ്പാൻ 5 മീറ്റർ, BCയുടെ സ്പാൻ 4 മീറ്റർ. ഇനി നമ്മൾ ഓൾറെഡി മൊമെന്റ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനാലിസിസ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം BMD SFT നമ്മൾ എങ്ങനെ വരയ്ക്കുന്ന നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം MA എന്ന് പറയുന്നത് മൊമെന്റ് A എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഹിഞ്ച്ഡ് അല്ലെങ്കിൽ റോളർ സപ്പോർട്ട് ആണെങ്കിൽ നമ്മുടെ എൻഡ് മൊമെന്റ്സ് എന്താണ് 0 ആണ്. അതുപോലെ MCയും നമുക്ക് 0 കിട്ടി. ഇവിടെ നമുക്ക് MBയുടെ വാല്യൂ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ -52.5 kN/m നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ BMD എങ്ങനെ വരയ്ക്കാന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ BMD വരയ്ക്കാൻ ഞാനിവിടെ വരയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കുമ്പം ഈ പാരബോള എന്താന്നല്ലേ, ഇത് എന്റെ A, ഇവിടെ B, ഇത് C. ഈ പാരബോള എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. UDL കാരണം ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റിന്റെ വേരിയേഷൻ ആണ് ഈ പാരബോള എന്ന് പറയുന്നത്. അപ്പൊ ഈ UDL കാരണം ഇവിടെ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു പീക്ക് വാല്യൂ കാണും. ഈ കറക്റ്റ് നടുക്കാണ് ആ പീക്ക് വാല്യൂ ആക്ട് ചെയ്യാൻ പോകുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് WL²/8 ആണ്. അപ്പോൾ ഞാൻ AB സ്പാൻ എടുത്താൽ എൻ്റെ WL²/8, ആ ടോപ്പിലുള്ള WL²/8 ആണ്. W എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു L² എന്ന് പറഞ്ഞാൽ എന്താണ് 5²/8. അപ്പൊ 20 ഇൻറ്റു 5²/8 എനിക്ക് 62.5 എന്ന് കിട്ടി. അപ്പൊ എൻ്റെ ഇവിടത്തെ പീക്ക് വാല്യൂ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എൻ്റെ ബെൻഡിങ് മൊമെന്റില് 62.5 kN/m ഞാൻ എൻ്റെ ടോപ്പ് വാല്യൂ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെയാണ് BC സ്പാനിൽ UDL ഉള്ളത് 20 kN/m. അപ്പൊ ഇവിടെ ഉണ്ടാവുന്നത് എന്താണ് WL²/8 ആണ്. ഏത് BC സ്പാനിൽ അവിടെ എന്താണ് 20 ഇൻറ്റു L എന്ന് പറഞ്ഞാൽ ഇവിടെ 4²/8 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 40. അപ്പം എൻ്റെ ഇവിടുത്തെ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര 40 kN/m ആണ്. ആൻഡ് ഇവിടെ നമ്മൾ യൂണിറ്റ് ഇങ്ങനെ എഴുതണമെന്നില്ല, ജസ്റ്റ് വാല്യൂ മാത്രം നമ്മൾ അവിടെ എഴുതിയിരുന്നാൽ മതി. നെക്സ്റ്റ് ഇനി നമുക്ക് സപ്പോർട്ടിലുള്ള മൊമെന്റ്സിന്റെ കാര്യം എഴുതാം. MA എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ വരയ്ക്കാനില്ല. Cന്റെ അവിടെ 0 ആണ്. B എന്ന് പറഞ്ഞാൽ 52.5 kN/m നമുക്ക് തന്നിട്ടുണ്ട്. മൈനസ് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 52 ആണ് വാല്യൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഇടയിൽ ഒരു എത്ര 52.5 വരച്ചു. MA 0 ആണ്. അപ്പൊ ഞാൻ MAയിലോട്ട് ഇത് ജോയിൻ ചെയ്യണ്ടേ, അതാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ MCയും 0 ആണ്. സോ ഞാനത് അവിടെ ജോയിൻ ചെയ്തു. MA 0, MC 0. ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഈ ഒരു പോർഷൻ നെഗറ്റീവ് ആണ്. ഈ UDL നമ്മൾ WL²/8 കണ്ടുപിടിച്ചില്ലേ, ഇതിൽ നെഗറ്റീവ് വാല്യൂ ഒന്നും ഇല്ലല്ലോ, പോസിറ്റീവ് വാല്യൂ അല്ലേ. അപ്പൊ ഇതെന്താണ് പോസിറ്റീവ് വാല്യൂ ആണ്. ഇനി ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ന്യൂട്രൽ സോൺ ആണ്. കാരണം നെഗറ്റീവും പോസിറ്റീവും വരുന്ന സ്ഥലമാണിത്. അപ്പൊ ആ സ്ഥലം എന്താണ് ന്യൂട്രൽ ആണ്. സോ നമുക്ക് അവിടെ ചാർജ് ഒന്നും ഇല്ല. അപ്പം ചാർജ് വരുന്ന സ്ഥലം നമ്മൾ ഷെയ്ഡ് ചെയ്യണം, മറക്കരുത്. വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. എന്താണ് അപ്പൊ സി എൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നോക്കാം. ഫസ്റ്റ് ഡയഗ്രത്തിൽ എനിക്കറിയാം MB എന്ന് പറയുന്നത് -52.5 kN/m ആണെന്ന് എനിക്ക് അറിയാം.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മൊമെന്റ് അബൌട്ട് ബി എടുത്തു. എന്തിനാണെന്നറിയോ, എനിക്ക് ഇവിടുത്തെ റിയാക്ഷൻ RA RC ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അപ്പൊ ഞാൻ മൊമെന്റ് അബൌട്ട് ബി എടുത്താൽ RA into 5 അല്ലെ, ഞാനൊരു കാര്യം ചെയ്യാം, സെപ്പറേറ്റ് ഇവിടെ ഒരു ഇത് വരയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വരയ്ക്കുമ്പം നമ്മൾ റിയാക്ഷൻ സപ്പോർട്ട്സ് ആദ്യം കണ്ടുപിടിക്കണം. നമ്മുടെ RAയും RCയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം RA ഞാൻ ആദ്യം ABയുടെ സ്പാൻ എടുക്കുകയാണ്. മൊമെന്റ് അബൌട്ട് ബി എന്ന് പറഞ്ഞാൽ MB എന്ന് പറഞ്ഞാൽ എത്രയാ, -52.5 kN/m. അപ്പൊ ഞാൻ MB is equal to 52.5 -52.5 is equal to, അത് ABയുടെ സ്പാനിൽ നോക്കാം. ഇവിടുത്തെ റിയാക്ഷൻ സപ്പോർട്ട് RA ഇൻറ്റു ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ 5 മൈനസ്, കാരണം ഇവിടെ താഴോട്ട് 20 ഇൻറ്റു 5 ടോട്ടൽ ലോഡായി ഇൻറ്റു എത്രയാ നടുക്ക് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പം 5/2. ഇതിൽ നിന്ന് എനിക്ക് എന്താണ് RA is equal to 39.5 kN കിട്ടും. അതുപോലെ തന്നെ ഞാൻ MB is equal to -52.5 is equal to RC, ഞാൻ BC സ്പാൻ എടുക്കുകയാണ്. അപ്പൊ എന്താണ് RC ഇൻറ്റു 4 മൈനസ് അവിടെ 20 kN ലോഡ് താഴോട്ട് 20 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് 4 ഇൻറ്റു ആക്ട് ചെയ്യുന്നത് സ്പാൻ ബൈ 2 വീണ്ടും 4/2. അവിടെ എനിക്ക് RC is equal to 26.875 kN കിട്ടും. അപ്പൊ എനിക്ക് MBയായി RAയും RCയും കിട്ടി. RA plus RB plus RC is equal to എത്രയാ 20 into total distance 9 അല്ലെ. താഴത്തെ ടോട്ടൽ നമ്മൾ ഫോഴ്സസിന്റെ വെർട്ടിക്കൽ ഫോഴ്സസിന് സം എടുക്കണമെങ്കിൽ RA plus RB plus RC is equal to 20 into 9. അപ്പൊ എന്താണ് അതിൽ എനിക്ക് എന്തിട്ട് RAയുടെയും RCയും നമ്മളിപ്പോ കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം RA എന്ന് പറയുന്നത് 39.5 പ്ലസ് RB പ്ലസ് 26.875 is equal to 180 അല്ലെ. അതിൽ നിന്ന് എനിക്ക് എന്താണ് RB is equal to 113.625 kN കിട്ടും. അപ്പൊ എനിക്ക് എന്തായി RA RB RC കിട്ടി. ഓക്കെ, നമുക്കിനി RA RB RC നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചെല്ലാം ഞാൻ നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. ഇപ്പൊ ഞാൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങറ്റത്തിലൂടെ വരയ്ക്കാം. അപ്പൊ ആദ്യത്തെ എൻ്റെ RA എന്നുള്ളത് എന്താണ്, ഞാനിവിടെ എന്റെ അവിടെ മാർക്ക് ചെയ്തു. എന്റെ അവിടെ ഏറ്റവും അറ്റത്ത് വരുന്നത് RA ആണ്, വിച്ച് ഇസ് എന്താണ് 39.5 kN. ഇനി RA കഴിഞ്ഞ് ബിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു 20 kN/m UDL ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ത്രൂ ഔട്ട് ദി ഡിസ്റ്റൻസ് എന്താണ് UDL ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്ട് ചെയ്യുവാണ്. അപ്പൊ ആ UDL ഒരു ലീനിയർ വേരിയേഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമ്മൾ ഇനി ഞാനിവിടെ B എന്ന് മാർക്ക് ചെയ്തു. ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ബിയിലുള്ള ഷിയർ ഫോഴ്സ് എത്രയെന്നാണ്. ഏത് 39.5 ആണ്, അതിൽ ഞാൻ ബിയിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കിട്ടിയ 39.5 മൈനസ് എ ബിയിലുള്ള ടോട്ടൽ ലോഡ് 20 into 5 ഞാൻ ചെയ്യണം. അപ്പം എന്ത് കിട്ടും, എനിക്ക് 60.5 kN വാല്യൂ കിട്ടും. അപ്പൊ എൻ്റെ ബിയിലുള്ള വാല്യൂ എന്താണ് 60.5
അപ്പം ഞാനത് 39 to 60.5 ജോയിൻ ചെയ്തു. ഇവിടെ പോസിറ്റീവ്, ദിസ് ഇസ് നെഗറ്റീവ്. ഇനി എനിക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ആർ ബി എന്ന് പറയുന്നത് 113.625 ആണെന്ന്. അപ്പം എനിക്കിവിടെ കിട്ടിയത് 60 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ 60.5ന്റെ കൂടെ എന്ത് ചെയ്യും, 113.625 ആഡ് ചെയ്യും. 60.5 പ്ലസ് 113.625 ഞാൻ ആഡ് ചെയ്യുമ്പം ഇത് -60.5 ആണ്, കാരണം ഇത് താഴെയാണ്, അപ്പൊ ഇത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ആ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് 53.125 എന്ന് കിട്ടി. അതുപോലെ എൻ്റെ സിന്റെ അവിടെ, എൻ്റെ സി എന്ന് പറഞ്ഞ പോയിന്റിലെ ലോഡ് എന്ന് പറഞ്ഞാൽ ഈ 120 into 4 ഞാൻ മൈനസ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് എന്താണ്, ഇതെനിക്ക് +53.125 എന്ന് കിട്ടി. അപ്പൊ +53.125 മൈനസ് എന്താണ് 20 into 4 ചെയ്യുമ്പം എനിക്ക് 26.875 എന്ന് കിട്ടും. അപ്പൊ ഞാൻ 20 into 4 ഇവിടെ കുറച്ചു, എനിക്ക് RC -26 തന്നെ കിട്ടിയ, താഴോട്ട് -26.875. അപ്പൊ എന്താണ്, ഞാൻ ജോയിൻ ചെയ്തു, കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ നോട്ടീസ് ചെയ്താൽ കാണാം എനിക്ക് RC കിട്ടിയത് എത്രയാണ്, +26.875 ആണ്. അപ്പൊ ഞാൻ -26.875 പ്ലസ് എന്റെ 26.875 ചെയ്തപ്പോ എനിക്ക് കറക്റ്റ് 0 വന്ന് നിന്നു. അങ്ങനെ 0 വന്ന് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം നിൽക്കുമ്പോഴാണ് നമുക്കറിയാവുന്നത് നമ്മുടെ ചെയ്തത് കറക്റ്റ് ആണെന്ന്. അപ്പൊ മുകളിലോട്ടുള്ളതൊക്കെ പോസിറ്റീവ് നിടുക, താഴോട്ടുള്ളതൊക്കെ നെഗറ്റീവ് നിടുക. ഷിയർ ഫോഴ്സ് ഡയഗ്രം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ബീം തന്നിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞ സ്പാനിൽ ഒരു 120 kN ആക്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് നടുക്ക്. ആൻഡ് ബി സി എന്ന് പറഞ്ഞ സ്പാനിൽ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട് 40 kN/m ഫോർ 3 meter. MA0, MC0, MB എന്ന് പറഞ്ഞാൽ -56.25. ഇനി നമുക്ക് ഇതിന്റെ BMD ആദ്യം വരയ്ക്കാം. അപ്പൊ BMD വരയ്ക്കുമ്പം ആദ്യം എ ബി സ്പാനിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ്, അതുകൊണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ വേരിയേഷൻ ആണ് വരുന്നത്. 120 kN കാരണമുള്ള, ആൻഡ് ഇവിടെ ഒരു UDL ആണ് വരുന്നത്. സോ ഇവിടെ ഒരു പാരാബോളിക്, ഇതിന്റെ A B C. ആൻഡ് ഇതിന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, WL/4ഉം ഇവിടത്തെ ടോപ്പ് പീക്ക് എന്ന് പറയുന്നത് WL²/8 ആണ്. അപ്പൊ നമ്മൾ WL/4ഉം WL²/8ഉം കണ്ടുപിടിക്കണം. WL/4 എന്ന് പറഞ്ഞാൽ 120 into 3/4. നമുക്കത് കിട്ടുന്നത് 90 kN എന്നാണ് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ WL²/8, W എന്ന് പറഞ്ഞാൽ 40 ആണ്, L എന്ന് പറഞ്ഞാൽ 3 ആണ്, /8 is equal to 45 kN നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ പീക്ക് വാല്യൂസ് ഇവിടെ എന്താണോ കിട്ടിയത് അത് നമ്മളിവിടെ റീപ്ലേസ് ചെയ്ത് എഴുതുന്നു. ഇവിടെ എനിക്ക് 90, ഹിയർ എനിക്ക് 45 കിട്ടി. ഇനി MB എന്ന് പറഞ്ഞാൽ എനിക്ക് 56.25 ആണെന്ന് അറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, MBക്ക് ഇവിടെ 56.25 മാർക്ക് ചെയ്തു. MA0 C0 ജോയിൻ ചെയ്തു. ഇത് നെഗറ്റീവ് വാല്യൂ ആണ്, -56.25 നെഗറ്റീവ് വാല്യൂ ആണ്. ഇവിടെയൊക്കെ പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. അപ്പം നമ്മൾ വേണ്ട പോർഷൻ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. ചാർജ് ഉള്ള സ്ഥലം മാത്രമേ നമ്മൾ ഷെയ്ഡ് ചെയ്യാവൂ. ഈ ഒരു പോർഷൻ ന്യൂട്രൽ സോൺ ആണ്, നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ്
bending moment diagram. ഇനി നമുക്ക് SFDയിലോട്ട് പോവാം. SFD എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിനി SFD നോക്കാം. SFD ആണ് AB സ്പാനും BC സ്പാനുമായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇത് AB. അപ്പൊ ഇവിടെ എന്താ നടുക്കൊരു 120 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. ഇങ്ങോട്ട് AB സ്പാൻ്റെ അവിടെ ഞാൻ ക്ലോക്ക് വൈസ് MB എടുത്തു. അപ്പൊ ഞാൻ ഇനി അടുത്ത BC സ്പാൻ വരയ്ക്കുമ്പം എന്ത് ചെയ്യണം? ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് വേണം MB എടുക്കാൻ. പിന്നെ RB, ഇത് RC. ഇവിടെ ആക്ട് ചെയ്യുന്ന എന്താണ്? UDL ആണ്. 40 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിന്റെ UDL ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്പാൻ RAയും RBയുടെയും എടുത്താൽ മൊമെന്റ് അബൌട്ട് B എടുക്കുക, അല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റ് എടുക്കുകയാണ്. അപ്പൊ എന്താണ്? RA into 3 minus 120 into എന്താണ് 1.5 പ്ലസ് MB ക്ലോക്ക്. ഇവിടെ ഞാൻ ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ത് ചെയ്തു? പോസിറ്റീവ് എടുത്തു. ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് നെഗറ്റീവ് എടുത്തു. അപ്പം RA, ഇത് ടോട്ടൽ 3 മീറ്റർ, RA into 3 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. 120 into 1.5 ഇത് ഇങ്ങനെയാണ് പോകുന്നത്, ഇത് ആന്റി ക്ലോക്ക് വൈസ്, അതുകൊണ്ട് നെഗറ്റീവ്. പ്ലസ് MB ക്ലോക്ക് വൈസ് ഇസ് ഈക്വൽ ടു 0. MB മൈനസ് 56.25 തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് RAയുടെ വാല്യൂ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 41.25. അതുപോലെ തന്നെ RBയും RCയും എടുക്കുമ്പം MBയെ ഞാൻ അവിടെ എന്ത് ചെയ്തു? ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം മൈനസ് MB പ്ലസ് RC ഇൻറ്റു 3 അല്ലെ, ഇത് 3 മീറ്റർ ആണ്, ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മൈനസ് എന്തുകൊണ്ട് UDL താഴോട്ട്. ഇത് അതും ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവും. പ്ലസ് 40 into 3 into 1.5 is equal to 0. ഇവിടെ RC നെഗറ്റീവ് ആണ്, RC ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് 40 കിലോ ന്യൂട്ടൺ ആണ് ഇവിടെ ക്ലോക്ക് വൈസ്, 40 അല്ല UDL, 40 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിന്റെ UDL ആണ് ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. അപ്പം എന്താണ്? മൈനസ് MB മൈനസ് RC ഇൻറ്റു 3 പ്ലസ് 40 ഇൻറ്റു 3 ഇൻറ്റു 1.5 ഇസ് ഈക്വൽ ടു 0. MB നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് RC സോൾവ് ചെയ്യാം. എനിക്കതിൽ RC ഇസ് ഈക്വൽ ടു 41.25 കിട്ടി. അപ്പൊ എനിക്ക് RA RCയും കിട്ടി. ഇനി എനിക്ക് RB വേണം. RB നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെയാ, RA പ്ലസ് RB പ്ലസ് RC ഇസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ്. ടോട്ടൽ ലോഡ് എത്രയാ? 120 പ്ലസ് 40 ഇൻറ്റു 3. RA കിട്ടി, RC കിട്ടി, RB അപ്പൊ ഇതിന് കിട്ടും. RB അപ്പൊ എനിക്ക് കിട്ടിയത് എത്രയാണ്? 157.5 കിലോ ന്യൂട്ടൺ. അപ്പൊ എനിക്കങ്ങനെ RA RB RC കിട്ടി. ഇനി ഞാൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പം എൻ്റെ RA ഞാൻ RA സ്റ്റാർട്ട് ചെയ്തു, വിച്ച് ഇസ് 41.25. 41.25 ഞാൻ എഴുതി. ഇനി എന്താണ് RA നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത്രയും ഒരു ലോഡ് ഇല്ല. 1.5 ഡിസ്റ്റൻസ് വരെ ഒരു ലോഡും എക്സ്ട്രാ ഇല്ല. അപ്പൊ അതൊരു സ്ട്രെയിറ്റ് ലൈൻ. 1.5 ഡിസ്റ്റൻസ് കഴിഞ്ഞപ്പോ 120 എന്താണ് താഴോട്ട് പോണം. അപ്പൊ 41.25 മൈനസ് 120 ചെയ്യുമ്പോൾ എനിക്കിവിടെ 78.75 കിട്ടും. ഇവിടെ നിന്ന് എന്താണ് പിന്നെ ഒരു 1.5 മീറ്ററത്തേക്ക്
ഒരു ചേഞ്ചും ഇല്ല. 1.5 ചേഞ്ച് കഴിഞ്ഞിട്ട് ബി എത്തി. ബിയിൽ RB ഉണ്ട് 157.5. അപ്പൊ ഞാൻ ഈ -78.75 എന്താണ് 157.5 ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് +78.75 കിട്ടും. ഇനി ബി തൊട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ UDL ആണ്. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് പോകും. എത്രയാ മൈനസ് ചെയ്യണ്ടേ? 40 × 3 120. ഞാൻ 78.75 മൈനസ് ചെയ്യണം. അപ്പൊ എനിക്കിവിടെ 41.25 കിട്ടും അല്ലെ? അപ്പൊ ഈ ഞാൻ 41 ഇത് എനിക്ക് -41.25 ആണ്. പ്ലസ് RCയുടെ 41.25 കിട്ടുമ്പോൾ എനിക്ക് 0 കിട്ടി. അപ്പൊ എനിക്കറിയാം ഞാൻ ചെയ്തത് കറക്റ്റ് ആണെന്ന്. എനിക്ക് 0ൽ വന്ന് നിന്നു. ഇങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ജസ്റ്റ് ഇവിടെ എക്സ്ട്രാ ഒരു ഓവർഹാങ് ഞാൻ കൊടുത്തു. ഒരു 20 kN 1 മീറ്റർ മാറിയിട്ട്. അപ്പം MA 0, MB എന്ന് പറയുന്നത് -51.25, MC എന്ന് പറയുന്നത് -20, കാരണം ഈ 20 കാരണമുള്ള ഓവർഹാങ്. MD ഒരു സപ്പോർട്ട് അല്ല, ബട്ട് സ്റ്റിൽ കൺഫ്യൂഷൻ വരായിരിക്കാൻ ഞാൻ MD = 0 എന്ന് ഇട്ടു. ഇനി നമ്മൾ BMD വരയ്ക്കാൻ പോവാണ്. അപ്പൊ BMDയിൽ ആദ്യം ഗിവൺ ലോഡ് കാരണമുള്ളത് വരയ്ക്കണം. ABയിൽ 120 kN കാരണമുള്ള ട്രയാങ്കുലർ വേരിയേഷൻ വരും. BCയിൽ 40 kN/m UDL വരും. ആൻഡ് CDയിൽ ഇവിടെ ഒന്നും വരത്തില്ല, കാരണം അവിടെ ലോഡൊന്നും ഇല്ലല്ലോ. ഈ 20 kN നമ്മൾ മൊമെന്റ് ആയിട്ട് എടുക്കുവാണ്. അപ്പം ഇത് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ കിട്ടിയ സെയിം വാല്യൂ തന്നെയാണ് നമ്മൾ അവിടെ എഴുതുന്നത്. WL/4 which is 90, and ഇവിടെ നമുക്ക് 40 കിട്ടി. WL²/8. ഇനി അപ്പൊ നമുക്ക് ഗിവൺ ലോഡ് കിട്ടി. ഇനി MB എന്ന് പറയുന്നത് എത്രയാണ്? 51.25. MC എന്ന് പറയുന്നത് -20. ഇവിടെ എന്താണ് 20 എഴുതി. MD എന്ന് പറയുന്നത് 0. അപ്പം ഇത് എൻ്റെ A, ഇതെന്റെ P, ഇതെന്റെ C, ഇതെന്റെ P. അപ്പൊ ഞാൻ ഇത് A 0 ആണ്. 0 B വരെ ജോയിൻ ചെയ്തു. Bന്ന് ഞാൻ നേരെ Cയിലോട്ട് വന്ന് ജോയിൻ ചെയ്തു. Cന്ന് നേരെ താഴോട്ട് ജോയിൻ ചെയ്തു. ഈ സപ്പോർട്ട് മൊമെന്റ്സിന്റെ എല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ ആ പോർഷൻ ഒക്കെ നമ്മൾ നെഗറ്റീവ് കൊടുത്തു. ബാക്കി പുറത്തുള്ള പോർഷൻ എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലം നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സിമ്പിൾ. നേരത്തെ ചെയ്ത സെയിം, ജസ്റ്റ് MCക്ക് ഒരു വാല്യൂ വന്നു, അത് മുകളിലോട്ട് മാർക്ക് ചെയ്തു എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലോട്ട് പോവാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഞാൻ എൻ്റെ AB എടുത്തു. മൊമെന്റ് അബൌട്ട് B ഞാൻ എടുക്കുവാണ്. ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം, സ്പാൻസ് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാം. E B ഇവിടെ ഒരു 120 kN ആക്ട് ചെയ്യുന്നു. പ്ലസ് ഇവിടെ എന്താണ്? ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് MB. അതുപോലെ BC എന്നൊരു സ്പാൻ എടുത്താൽ C, ഇവിടെ ഒരു ആന്റി ക്ലോക്ക് വൈസ് MB മൊമെന്റ് ആക്ട് ചെയ്യുന്ന ത്രൂ ഔട്ട് ദ സ്പാൻ. 40 kN/m ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ RCയുടെ അവിടെ നമുക്ക് മൊമെന്റ് ഉണ്ട്, മറക്കരുത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു -20 kN ഉണ്ട്. -20 ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. -20 kN. ഇനി ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം എൻ്റെ
ആർ എ കണ്ടുപിടിക്കണം. മൊമെന്റ് അബൌട്ട് ബി എടുത്താൽ ആർ എ ഇൻറ്റു 3 ടോട്ടൽ ഡിസ്റ്റൻസ് 3 മീറ്റർ മൈനസ് ആർ എ അല്ലേ ക്ലോക്ക് വൈസ് അതുകൊണ്ട് പോസിറ്റീവ് 120യുടെ കേസ് വരുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് പോവും. അതുകൊണ്ട് 120 ഇൻറ്റു 1.5 അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. പ്ലസ് 51.25 MB ക്ലോക്ക് വൈസ് ആണ് ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് എനിക്ക് ആർ എ ഇസ് ഈക്വൽ ടു 42.916 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. അതുപോലെ നെക്സ്റ്റ് ഇവിടെ ബി സി സ്പാനിലോട്ട് വരുമ്പോൾ എങ്ങനെയാ മൊമെന്റ് അബൌട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് എടുത്താൽ ആർ സി ഇൻറ്റു 3 മൈനസ് എന്താണ് 20 ഇൻറ്റു 4 മൈനസ് 40 ഇൻറ്റു 3 ഇൻറ്റു 1.5 പ്ലസ് 51.25 is equal to 0. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആന്റി ക്ലോക്ക് വൈസിന് ഈ സ്ഥലത്ത് നമുക്ക് ഏത് ഞാൻ ആന്റി ക്ലോക്ക് വൈസിന് പോസിറ്റീവ് എടുത്താൽ ക്ലോക്ക് വൈസിന് നെഗറ്റീവ് ആക്കുക. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു ആർ സി ഇൻറ്റു 3 ആന്റി ക്ലോക്ക് വൈസ് ഞാൻ അതിനെ പോസിറ്റീവ് ആക്കി. ഞാനിത് ഈ ഒരു കേസിലെടുത്ത് സൈൻ കൺവെൻഷൻ അല്ല ഇതിലെടുത്തത്. ഞാൻ എങ്ങനെ ചെയ്താലും ശരിയാവും എന്ന് കാണിക്കാൻ അങ്ങനെ ചെയ്യുന്നത്. സോ ആർ സി ഇൻറ്റു 3 ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. പിന്നെ എന്താണ് നമുക്ക് ഇവിടെ ഒരു 20 കിലോ ന്യൂട്ടൺ ഉണ്ട് അല്ലെ. ആ 20 ഇൻറ്റു 4 ഈ മൊമെന്റ് അബൌട്ട് ബി എടുക്കുമ്പം ഇവിടെ ഉള്ള 20 ഒരു ഓവർ ഹാങ് ഇല്ലേ ആ 20 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് 4 അതാണ് മൈനസ് 20 ഇൻറ്റു 4 മൈനസ് 40 കിലോ യു ഡി എൽ 40 ഇൻറ്റു 3 ഇൻറ്റു സ്പാൻ ബൈ 2 1.5 അത് മൈനസ് ആണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പ്ലസ് എന്താണ് 51.25 എൻ്റെ എം പി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് എനിക്ക് ആർ സി ഇസ് ഈക്വൽ ടു 49.583 കിലോ ന്യൂട്ടൺ കിട്ടി. അപ്പൊ എനിക്ക് ആർ എയും ആർ സിയും കിട്ടി. ഇനി ഞാൻ എൻ്റെ ആർ ബി കണ്ടുപിടിക്കുകയാണ്. നേരത്തെ പോലെ തന്നെ ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സി ഇസ് ഈക്വൽ ടു 120 പ്ലസ് 40 ഇൻറ്റു 3 പ്ലസ് 20. ഇത് ചെയ്തപ്പോൾ എനിക്ക് ആർ ബി എന്ന് പറയും. ഇവിടെ ഞാൻ 20 ആക്ച്വലി കൺസിഡർ ചെയ്യണമെന്നില്ല ബിക്കോസ് എൻ്റെ ഡി സപ്പോർട്ട് അല്ലാത്തത് കൊണ്ട് ഞാനിവിടെ 20 കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് 120 ഇൻറ്റു 40 ഇൻറ്റു 3 മാത്രമേ എടുക്കുന്നുള്ളൂ. മൈനസ് അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഇപ്പം എൻ്റെ ആർ ബി ഇസ് ഈക്വൽ ടു 240 അല്ലേ. 120 പ്ലസ് 120 240 മൈനസ് ആർ എ പ്ലസ് ആർ സി ചെയ്യുമ്പം എനിക്ക് 147.56 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പം എനിക്ക് ആർ എ ആർ ബി ആർ സി കിട്ടി. നെക്സ്റ്റ് അപ്പം നമുക്ക് ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. അപ്പം എൻ്റെ ആർ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആർ എ എന്ന് പറയുന്നത് എത്രയാ 42.916. നേരത്തെ പോലെ തന്നെ 1.5 മീറ്റർ വരെ ഒന്നുമില്ല. അതിനുശേഷം ഞാൻ 120 മൈനസ് ചെയ്യണം. 120 മൈനസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 77.084 എന്ന് വരും. പിന്നെയും ഒരു 1.5 ഡിസ്റ്റൻസിലേക്ക് ഒന്നുമില്ല. ബിയിലെത്തിയപ്പം ആർ ബി 147.56 ഞാൻ ആഡ് ചെയ്യണം. അപ്പോൾ മൈനസ് 77.084 നിന്ന് 147.56 ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 70.417 എന്ന് കിട്ടി. അവിടെ നിന്ന് ഞാൻ യു ഡി എത്രയാ 40 ഇൻറ്റു 3 120 സി വരെ മൈനസ് ചെയ്യണം. അപ്പോൾ എനിക്ക് സിയിൽ കിട്ടിയ വാല്യൂ 49.583 എന്ന് കിട്ടി. ആൻഡ് സിയിൽ എനിക്ക് 49.583 ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ എനിക്കിവിടെ 0 എന്ന് വന്നു. ഇനി ഞാൻ ഇവിടെ എക്സ്ട്രാ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 20 കിലോ ന്യൂട്ടൺ എനിക്കുണ്ട് അല്ലേ.
ഈ 20 കിലോ ന്യൂട്ടൺ ഞാൻ ഇതിനകത്ത് അക്കൗണ്ട് ചെയ്യണം, ഈ ഓവർ ഹാങ് കാരണമല്ല. അപ്പൊ ഈ 20 കിലോ ന്യൂട്ടൺ കാരണം ഈ 20 കിലോ ന്യൂട്ടൺ എഫക്ട് ഈ ത്രൂ ഔട്ട് സി ഡി ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഓവർ ഹാങ്ങിന്റെ പോർഷൻ എക്സ്ട്രാ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കും. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഓവർ ഹാങ്ങിന്റെ പോർഷൻ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ എടുത്തൊന്ന് വരയ്ക്കണം. അപ്പൊ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് നീണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹിഞ്ച്ഡ് സപ്പോർട്ടാണ് എല്ലായിടത്തും വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ഗിവൺ ലോഡ്സിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആദ്യം വരയ്ക്കും. അപ്പം എ ബിന്റെ ഇവിടെ എന്താണ്, ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് 30 കിലോ ന്യൂട്ടൺ കാരണമുള്ളത്. ബി സിയില് ഒരു യു ഡി എൽ ആണുള്ളത്. അതുപോലെ സി ഡിയിലും ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് അപ് ടു 2 മീറ്റർ. ബി വരെ ഇയില് ഒന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ യു ഡി എൽ കറണ്ട് ജനറൽ പ്രൊഫൈൽ. ഇത് എനിക്ക് ടോപ്പ് പോർഷൻ WL/4 ചെയ്യുമ്പം എന്താണ് 30 കിലോ ന്യൂട്ടണിൽ ഇവിടെ കിട്ടും. ഇവിടെ എനിക്ക് WL²/8 ചെയ്യുമ്പം 108 കിട്ടും. ഇവിടെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് സിമെട്രിക്കൽ ലോഡിംഗ് അല്ല ഇവിടെ സംഭവിക്കുന്നത്, അല്ലല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇത് എ and this is B or ഏത് വേണോ നമുക്ക് എടുക്കാം, എ ഓർ ബി ഓ ആയിട്ട്. എങ്ങനെ ചെയ്യും, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല നമ്മുടെ പീക്ക് ഇവിടെ സംഭവിക്കുന്നത് ഈ 2 മീറ്റർ കഴിഞ്ഞിട്ടാട്ടോ ഈ പീക്ക് വരുന്നത്. ഈ പീക്ക് എന്ന് പറഞ്ഞാൽ WAB/L which is equal to എന്താണ് 120 into 2 into 4/6. ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 160 എന്ന് കിട്ടും. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പീക്ക് 160. 160. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ പീക്കൊക്കെ വെച്ചു. ഇനിയാണ് നമ്മള് സപ്പോർട്ട് മൊമെന്റ്സ് ആഡ് ചെയ്യാൻ പോകുന്നത്. എം എന്റെ ഇവിടെ 0 തന്നെയാണ്. എന്റെ അവിടെ ഇവിടെ പ്രത്യേകിച്ച് മൊമെന്റ് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. എം ബിയുടെ അവിടെ എനിക്ക് -60 കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 60 പോയിന്റ് നോട്ട് ചെയ്തു. 1 സെക്കൻഡ്, ഇവിടെ എനിക്ക് സ്മോൾ മിസ്റ്റേക്ക് വന്നു. ഇത് 30 അല്ല, പകരം WL²/8 80 ആണ്. ഓക്കെ, ഇത് എനിക്ക് ബി എന്താണ് MB 60.11, MC എത്രയാ 95.63. MD എന്ന് പറയുന്നത് ഇത് കാരണമുള്ള ഓവർ ഹാങ് മൊമെന്റ് -40. ഇവിടെ ഞാൻ 40 ആഡ് ചെയ്തു, ബാക്കി 0. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇനി ഇത് ജോയിൻ ചെയ്യുന്നു. 60, 60 to 95, 95 to 40. 42 എന്താണ് പിന്നെ 0. അപ്പൊ E B C B. അപ്പം ഞാൻ പിന്നെ സൈൻ എല്ലാം ആഡ് ചെയ്യുക. നെഗറ്റീവ് വരുന്ന സ്ഥലത്തെല്ലാം നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. പോസിറ്റീവ് വരുന്ന സ്ഥലത്തെല്ലാം പോസിറ്റീവ് വാല്യൂ ഇട്ട് കൊടുക്കുക. എഫക്റ്റീവ് ബെൻഡിങ് മൊമെന്റ്, ന്യൂട്രൽ സ്ട്രെസ് ഇല്ലാത്ത എഫക്റ്റീവ് ബെൻഡിങ് മൊമെന്റിന്റെ സ്ഥലം ഷെയ്ഡ് ചെയ്ത് വെക്കുക. നമ്മുടെ എഫക്റ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയി.
ഷിയർ ഫോഴ്സ് ഡയഗ്രം നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രിൻസിപ്പിളിൽ തന്നെ ചെയ്യേണ്ട, ഒരു വ്യത്യാസവും ഇല്ല. സോ ട്രൈ ചെയ്ത് നോക്കാം. നോട്ടിൽ മോഡ്യൂൾ 1, 2, 3 ഒക്കെ നമ്മൾ പഠിപ്പിച്ചതിൻ്റെ നോട്ടിൻ്റെ അകത്ത് വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് നോട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫുൾ സംഭവം ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ഫോർ ഓരോ സ്പാൻ ചെയ്യണം. ഇനി വ്യത്യാസമൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ വി ഹാവ് എ ഫിക്സഡ് എൻഡ് മൊമെന്റ്, ഫിക്സഡ് എൻഡ് ഉണ്ട്. അപ്പൊ എന്റെ അവിടെ ഒരു മൊമെന്റും കൂടെ വരും. അത്രേ ഉള്ളൂ. ബിയുടെ അവിടെയും സിന്റെ അവിടെ ഒന്നുമില്ല. ബി ഇന്റർമീഡിയറ്റ് ആൻഡ് എന്റെ അവിടെ ഒരു മൊമെന്റ് വരും. അപ്പൊ നമ്മൾ എല്ലാ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗിവൺ ലോഡിനെ വരയ്ക്കുക. 120 കിലോ ന്യൂട്ടൻ്റെത്, പിന്നെ ബി സിയുടെ യു ഡി എൽ, എ ബി സി. 120 കിലോ ന്യൂട്ടൻ്റെ എന്താണ്? ഡബ്ല്യു എ ബി ബൈ എൽ, ഇവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8. ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8ഉം ഡബ്ല്യു എ ബി ബൈ എൽ നമ്മൾ കണ്ടുപിടിക്കണം. ഡബ്ല്യു എ ബി ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താ? 120 ഇൻറ്റു 2 ഇൻറ്റു പിന്നെ ബാക്കിയുള്ള ഇവിടുത്തെ 1 മീറ്റർ ബൈ 3. അത് നമുക്ക് 80 കിലോ ന്യൂട്ടൺ കിട്ടും. 30 അല്ല 80 ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാ. ആൻഡ് ഇവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 40 ഇൻറ്റു 3 സ്ക്വയർ ബൈ 8 എന്ന് പറയുന്നത് നമുക്ക് 45 ഇവിടെ കിട്ടും. എം എ എന്ന് പറയുന്നത് എനിക്ക് തന്നേക്കുന്നു 29.696. ഇത് ഞാൻ മോളിലോട്ട് വരച്ചു. 29.696. എം ബി എന്ന് പറയുന്നത് 47.272. എം സി 0. അപ്പൊ ഞാൻ എം എന്ന് എം ബിയിലോട്ട് ജോയിൻ ചെയ്തു. എം സി 0 താഴോട്ട്. നെഗറ്റീവ് വാല്യൂസിനൊക്കെ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ബാക്കി വേണ്ട സ്ഥലങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യുക. ന്യൂട്രൽ പോർഷൻ കളഞ്ഞിട്ട്. സിമ്പിൾ സോൾവ്. ഇങ്ങനത്തെ സിമ്പിൾ ഇനി അങ്ങോട്ടുള്ളതൊക്കെ നേരെ സിമിലർ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിനി ഷിയർ ഫോഴ്സ് ഡയഗ്രം ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ എ ബി സ്പാനിനെ സെപ്പറേറ്റ് ചെയ്ത് വരച്ചു, ബി സി സ്പാനിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വരച്ചു. അപ്പം എ ബി സ്പാനിനെ ഞാൻ എടുക്കുമ്പം മൊമെന്റ് അബൌട്ട് എ എടുക്കാം. മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പം ആർ ബി ഇൻറ്റു 3 അല്ലെ, ആർ ബി ഇൻറ്റു 3 ഇങ്ങനെയാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം മൈനസ് ആർ ബി ഇൻറ്റു 3 പ്ലസ് 120 ഇൻറ്റു 2. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് 120 ലോഡിന്റെ. പ്ലസ് 120 ഇൻറ്റു 2 പ്ലസ് 47.272. 47.272 നമ്മുടെ എം ബി ആണ്, അതും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് പോസിറ്റീവ് മൈനസ് 29.696 എം എ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെ ഞാൻ എ ബിയും ബി സിയും സെപ്പറേറ്റ് ചെയ്തെടുത്തപ്പോൾ എം എ എനിക്കിവിടെ നെഗറ്റീവ് തന്നെയാണ്. സോ ഞാൻ ആന്റി ക്ലോക്ക് വൈസ് എടുത്തു. ബി എ ബിയുടെ സ്ഥലത്ത് ഞാൻ ആന്റി ക്ലോക്ക് വൈസും ബി സിയുടെ സ്ഥലത്ത് ഞാൻ ക്ലോക്ക് വൈസും ആണ് എടുത്തത്. അപ്പം എനിക്ക് ഈ ഇക്വേഷനിൽ ഇസ് ഈക്വൽ ടു 0. എനിക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ആർ ബി ഇസ് ഈക്വൽ ടു 85.86 കിട്ടും. അതുപോലെ തന്നെ ഞാൻ മൊമെന്റ് അബൌട്ട് ബി എടുത്ത എനിക്ക് ആർ എ ഇസ് ഈക്വൽ ടു 34.14 കിലോ ന്യൂട്ടൺ കിട്ടും. മൊമെന്റ് അബൌട്ട് ബി തന്നെ എടുക്കണമെന്നില്ല, എനിക്ക് ആർ ബി തേണ്ട 85.86 കിട്ടി. ഇനി ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 120 മൈനസ് ആർ ബി ചെയ്താൽ പോരെ, എനിക്ക് ആർ എ കിട്ടിയില്ലേ. അതുപോലെ ഞാൻ ബി സി സ്പാൻ എടുത്തു. ബി സി സ്പാനിൽ ആർ സി മൈനസ് ആർ സി ഇൻറ്റു 3 ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഞാൻ നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. പ്ലസ് 40 ഇൻറ്റു 3 ഇൻറ്റു 1.5 യു ഡി എൽ കാരണമുള്ളത് മൈനസ്
47.272. MB എന്ന് പറഞ്ഞാൽ എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഉണ്ട് -47.272 is equal to 0. അതിൽ നിന്ന് എനിക്ക് RC is equal to 44.242 എന്ന് കിട്ടി. RB2 എന്ന് പറയുന്നത് 75.758 എന്ന് കിട്ടി അല്ലേ. ഈ ടോട്ടൽ ലോഡ് 40 × 3 ഞാൻ എടുത്തിട്ട് RC കൊണ്ട് മൈനസ് ചെയ്താൽ എനിക്ക് RB2 കിട്ടി. അപ്പൊ എന്റെ RB എന്ന് പറയുന്നത് എന്താണ്? ഈ RB1 ഇവിടുത്തെ RB1 പ്ലസ് RB2 അതാണ് എന്റെ RB എന്ന് പറഞ്ഞാൽ. RB1 പ്ലസ് RB2 is equal to എന്താണ് 34.141 പ്ലസ് 75.758 is equal to 161.618 kilonewton. അപ്പോൾ എനിക്ക് എന്താണ് ടോട്ടൽ RA RB RCയും കിട്ടി. നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ ഞാൻ ലൈൻ വരച്ചു. എൻ്റെ RA എത്രയാണ്? 34.14. ഇതിൽ നിന്ന് 2 മീറ്റർ വരെ ഒരു ചേഞ്ചും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ 120 മൈനസ് ചെയ്യണം 34.14 നിന്ന്. എനിക്കിവിടെ 85.86 വരും. പിന്നെ ഒരു 1 മീറ്ററിലേക്ക് ഒരു ചേഞ്ചും ഇല്ല. ഞാൻ B വരെ എത്തി. ബിന്റെ അവിടെ RBയുടെ 161.618 ഞാൻ ആഡ് ചെയ്യണം. ഇത് -85.86 കൂടെ. അപ്പൊ എനിക്ക് 75.758 കിട്ടും. അവിടെ ഞാൻ എന്ത് ചെയ്യണം? അടുത്ത എന്റെ UDL ആണ് മൈനസ് ചെയ്യേണ്ടത്. ഈ ടോട്ടൽ UDL എന്ന് പറഞ്ഞാൽ 40 × 3 120 ഞാൻ മൈനസ് ചെയ്യണം. 120 മൈനസ് ചെയ്യുമ്പം എനിക്ക് സിന്റെ അവിടെ എന്ത് കിട്ടി? 44.24 എന്ന് കിട്ടി. RC എനിക്ക് ഓൾറെഡി 44.24 ആണ്. -44.24 പ്ലസ് 44.24 0. വേണ്ടത് കറക്റ്റ് ആണ്. ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കണ്ടുപിടിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ലോഡ് വരുന്നതാണ്. നമ്മുടെ AB സ്പാനിൽ നോക്കിയാൽ നമുക്ക് കാണാം UDL ഉണ്ട്. അതിന് മുകളിൽ കൂടെ എന്താണ് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് 100 കിലോന്യൂട്ടനും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പൊ UDL അപ്പൊ നമുക്ക് ഇതിന്റെ നമ്മള് ഗിവൺ ലോഡിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണമല്ലോ. അത് വരയ്ക്കുമ്പോ എങ്ങനെയാ? ഇവിടുത്തെ പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സം ആണ്. എന്ന് പറയുമ്പോ WL²/8 പ്ലസ് WL/4 നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് WL²/8 പ്ലസ് WL/4 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ W20 ഇൻറ്റു L എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4. അപ്പം 4²/8 പ്ലസ് പിന്നെ നമ്മുടെ UDL W 100 ഇൻറ്റു L എന്ന് പറയുന്നത് 4/4. ഇത് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 160 കിലോന്യൂട്ടൺ എന്ന് കിട്ടും. കിലോന്യൂട്ടൺ മീറ്റർ. അപ്പൊ നമുക്ക് ഈ പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 160 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് പറയാം ഇങ്ങനെ കോമ്പിനേഷൻ ഓഫ് ലോഡ് വന്നാൽ ഇത്ര ഓർക്കുക, എന്തൊക്കെ ലോഡാണോ തന്നേക്കുന്നത് അതിന്റെ എല്ലാത്തിന്റെയും പീക്ക് വാല്യൂന്റെ സം. ഇത് UDL കാരണമുള്ളതാണ് WL²/8. WL/4 എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രിക് ലോഡ് കാരണമുള്ളത്. രണ്ട് സം എടുത്ത് എഴുതി. പിന്നെ അടുത്ത BC സ്പാനിൽ പോയ 80 കിലോന്യൂട്ടൺ ഞാൻ അപ്ലൈ ചെയ്തു. 80 കിലോന്യൂട്ടൺ ഇത് മാറിയിട്ടാണ്. അപ്പൊ ഇവിടെ എന്താണ്? WAB/L അല്ലേ? എന്ന് പറഞ്ഞാൽ 80 × 1 × 3/4. ഇത് ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ പീക്ക് വാല്യൂ കിട്ടും. പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ ഞാൻ പീക്ക് വാല്യൂ അവിടെ എഴുതാം. WAB/L ചെയ്തിട്ട് നമുക്ക് ഇവിടെ 60 കിട്ടി. അപ്പൊ എന്താണ് എൻ്റെ ഒരു ലോഡിങ് കഴിഞ്ഞു. അങ്ങനെ ഗിവൺ ലോഡിങ് കാരണം ഉള്ളത് ഞാൻ എഴുതി കഴിഞ്ഞു.
ഇനി എനിക്ക് അടുത്ത് വരയ്ക്കാനുള്ളത് സപ്പോർട്ട് ലോഡ്സ് ആണ്. MA 0, MB -85. അപ്പൊ എന്താണ് 85 മാർക്ക് ചെയ്തു. അതിനുശേഷം MC +5. ഇത് ശ്രദ്ധിച്ചോണം, മൈനസ് അല്ല. ഇത്രയും നേരം നമുക്ക് സപ്പോർട്ട് മൊമെന്റ്സ് മൈനസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ടോപ്പിലോട്ട് വരച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മൈനസ് മുകളിലോട്ടാണ് ഇത്ര നേരം വരച്ചെങ്കിൽ പ്ലസ് വരുമ്പോൾ നമ്മൾ താഴോട്ട് വരയ്ക്കണം, താഴോട്ട് 5. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. A to B and B to C. ഇങ്ങനെയാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. അപ്പൊ ഇത് മൈനസ്, ഇവിടെ പോസിറ്റീവ്, ഇതും പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ് വാല്യൂ. ആവശ്യമുള്ള സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയി. ഇത്ര ഉണ്ടാകുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നോക്കാൻ പോവാ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഞാനപ്പോ പിന്നെ എ ബിയും ബി സി ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ എ ബി എടുത്തിട്ട് ഇനി മൊമെന്റ് എടുക്കാൻ പോവാണ്. മൊമെന്റ് അബൌട്ട് ബി എടുക്കുകയാണെങ്കിൽ RA into 4 clockwise direction, so positive, minus 100 into 2 anti-clockwise direction. അതാണ് മൈനസ് വന്നത്. ഇനി അടുത്ത് UDL കാരണമുള്ളത്, അതും ആന്റി ക്ലോക്ക് ആണ്, അതുകൊണ്ട് മൈനസ് 20 into ടോട്ടൽ. ആദ്യം 20 into 4 into 2 UDL കാരണമുള്ളത്, പ്ലസ് എന്താണ് MB. MB എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് പ്ലസ് 85 is equal to 0. അത് ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് RA is equal to 68.75 കിട്ടും. അതുപോലെ അവിടെ നിന്ന് എനിക്ക് RB1 is equal to 101.25 kilonewton കിട്ടും. ഈ RB1 ഡൗട്ട് ഇല്ലല്ലോ. ഈ ടോട്ടൽ ലോഡ് RB എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം. 100 പ്ലസ് എന്താണ് ടോട്ടൽ UDL എന്താ 20 into 4. ഇപ്പൊ ടോട്ടൽ ലോഡ് മൈനസ് എന്താണ് എന്റെ RA ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, RB കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇവിടെ RB കണ്ടുപിടിച്ചത്. ഓക്കെ, RB1 കിട്ടി. ഇനി ഞാൻ നെക്സ്റ്റ് സ്പാൻ എടുത്തു. സോറി, RB1 is equal to 0.12 kilonewton. നെക്സ്റ്റ് BCയുടെ സ്പാൻ എടുക്കുമ്പോൾ ഞാൻ ഏതാണ് മൊമെന്റ് അബൌട്ട് C എടുത്താൽ RB2 into ടോട്ടൽ ഡിസ്റ്റൻസ് 4. RB2 into 4. BCയിൽ വന്നപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു. മൈനസ് MB. MB എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. MB എന്ന് പറഞ്ഞാൽ 85. അപ്പൊ എന്താണ് മൈനസ് 85 ഡയറക്റ്റ് അവിടെ എഴുതുക. മൈനസ് 85 മൈനസ് 80 എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. 80 into 3 മൈനസ് MC is equal to 0. MC ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. MC എന്ന് പറയുന്നത് പിന്നെ 5 ആണ്. അപ്പൊ നമ്മൾ അവിടെ ഡയറക്റ്റ് 5 എന്ന് എഴുതുക. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം എനിക്ക് RB2 is equal to 82.5 കിട്ടും. പിന്നെ എന്താണ് ടോട്ടൽ ലോഡ് 80 എന്താണ് ടോട്ടൽ ലോഡിന് RB2 കുറച്ച എനിക്ക് RC കിട്ടും. ബട്ട് RC തൽക്കാലം അവിടെ നിൽക്കട്ടെ. എനിക്കിപ്പോ RB1 RB2 കിട്ടി. അപ്പൊ ടോട്ടൽ എന്റെ RB എന്ന് പറയുന്നത് എത്രയാണ്, 193.75 kilonewton. അപ്പൊ എനിക്ക് RAയും ആയി RBയും ആയി. RC ഞാൻ ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതെന്താണ് ഫിക്സഡ് എൻഡ് ആണ്. സോ ഞാൻ ഇവിടെ RC കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് RA RBയും കിട്ടി. അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഞാൻ വരയ്ക്കാൻ പോവാണ്. RA എന്റെ ആദ്യത്തെ 168.75 ഞാൻ മാർക്ക് ചെയ്തു.
ആദ്യത്തെ 2 മീറ്റർ വരെ എന്താണ് UDL ഉണ്ട്. അപ്പൊ ഞാൻ ഈ 68.75 നിന്ന് എത്ര ഓർക്കണം? 2 മീറ്റർ വരെ എത്രയാണ് UDL ഉണ്ട്? 20 × 2 അത് നമ്മൾ 40 kN ഞാൻ എന്ത് ചെയ്ത് കുറയ്ക്കണം 2 മീറ്റർ വരെ. 2 മീറ്റർ കഴിയുമ്പോൾ പിന്നെ ഇവിടെ എന്താണ് 68.75 മൈനസ് 40 ചെയ്യുമ്പോൾ എനിക്ക് 28.75 വരും. ഈ ഒരു പോയിന്റിൽ 28.75 വരും. ഇവിടെ നിന്ന് എന്താണ് നേരെ 100 താഴോട്ട് പോവും. അപ്പൊ എന്താണ് എനിക്ക് 71.25 വരും അല്ലെ. 2 മീറ്റർ കഴിയുമ്പോൾ ഒരു 100 kN ഉണ്ട്, അത് അവിടെ മൈനസ് ചെയ്തു. പിന്നെയും എനിക്ക് എന്താണ് ഒരു 40 kN താഴോട്ട് തന്നെ പോവും. അവിടെ എനിക്ക് കിട്ടിയത് 111.25. ഇനി ആർ ബിന്റെ അവിടെ ഞാൻ ആർ ബിയുടെ വാല്യൂ ആഡ് ചെയ്യണം. ബിന്റെ അവിടെ എത്തി 193.75. നേരെ മുകളിലോട്ട് പൊങ്ങി എനിക്ക് അവിടെ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 82.5 അല്ലെ. 111.25 മൈനസ് 111.25 പ്ലസ് 193.75 ചെയ്തു 82.5 കിട്ടി. ഇവിടെ നിന്ന് ഒരു 1 മീറ്ററത്തേക്ക് കോൺസ്റ്റന്റ് ആണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു 80 kN കുറയ്ക്കണം. അപ്പൊ ഇതൊരു 2.5 ഇവിടെ വരും. ഇനി എന്താണ് ത്രൂ ഔട്ട് സി വരെ ഇത് സെയിം ആണ്. ആർ സി എന്ന് പറയുന്നത് ഒന്നുമില്ല. സോ നമുക്ക് ഡയറക്റ്റ് ഇത് ജോയിൻ ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫിക്സഡ് എൻഡ് മൊമെന്റ് വരുമ്പോൾ. ഫിക്സഡ് എൻഡ് മൊമെന്റ് വരുമ്പോൾ ഇവിടെ അറ്റം 0 നമുക്ക് കിട്ടത്തില്ല. ജസ്റ്റ് ഏതാണോ കിട്ടിയത് അതങ്ങ് ജോയിൻ ചെയ്ത് വരച്ചാൽ മതി അവിടെ. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നമ്മുടെ പോസിറ്റീവ് വാല്യൂസ്, നെഗറ്റീവ് വാല്യൂസ്, പോസിറ്റീവ് വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ഇതിങ്ങനെയാണ് നമ്മുടെ കംപ്ലീറ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. നമുക്കിനി നെക്സ്റ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം തന്നെയാ. ജസ്റ്റ് ദാറ്റ് നമുക്ക് MA, MB, MC എന്ന് വരാതെ MAB, MBA, MBC ഇങ്ങനെ തരാം. ലൈക്ക് നമ്മുടെ തേർഡ് മോഡ്യൂളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് MAB, MBA, MBC, MCB ഇങ്ങനെയാണ് നമുക്ക് മൊമെന്റ് വരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുന്നതാണ്. നേരത്തെ പോലെ തന്നെയാ, സിമിലർ തന്നെയാ. സ്റ്റിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ്. എന്തായാലും ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഗിവൺ ലോഡിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ വരച്ചു. ഇനി സപ്പോർട്ട് മൊമെന്റ്സും കൂടെ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യണം. സപ്പോർട്ട് മൊമെന്റ്സ് ഫസ്റ്റ് വൺ MAB. MAB എന്ന് പറയുന്നത് MAB എന്ന് പറയുന്നത് ഇങ്ങോട്ട് റൈറ്റ്, ആൻഡ് അത് മൈനസ് ആണ്. അപ്പം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ എൻ്റെ കയ്യിലിരിക്കണം. MAB എന്ന് പറഞ്ഞാൽ ദിസ് ഡയറക്ഷൻ ആൻഡ് മൈനസ് 6.668. മൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കണം. മൈനസ് 6.668 ഇവിടെ. അപ്പൊ എന്താണ് ഞാൻ ഇവിടെ 6.668 മാർക്ക് ചെയ്തു MAന്റെ അവിടെ. ഇനി ബിന്റെ അവിടെ വന്നിട്ട് MBA. BA എന്ന് പറയുമ്പോൾ ദിസ് ഡയറക്ഷൻ. എന്നിട്ട് എന്താണ് പ്ലസ് 4.66 ആണ്. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ മുകളിലോട്ട് എത്രയാണ് 4.66. MBC മൈനസ് 4.66 ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, മൈനസ് 4.66 സെയിം സ്ഥലം വരണം, എന്നാലേ നമ്മുടെ കറക്റ്റ് ആവത്തുള്ളൂ. MBA is equal to MBC എന്ന് തന്നെ വരണം. ഇനി അടുത്ത MCB എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് CB പോസിറ്റീവ് ആണ്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്റെ കഴിഞ്ഞ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് കറക്കി എനിക്ക് പ്ലസ് 4 എന്ന് വന്നു. അതുപോലെ MCD എന്ന് പറയുന്നത് മൈനസ് 4, മൈനസ് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങോട്ട് സെയിം സ്ഥലത്ത് തന്നെ വന്നു. ഇനി അടുത്ത എന്താ MDC പ്ലസ് 5.495. അപ്പൊ എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് തിരിച്ചു. ഇവിടെ പ്ലസ്
5.495. അപ്പൊ ഇനി എന്താണ്, ഞാൻ ജസ്റ്റ് സപ്പോർട്ട് മൊമെന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്റെ പോർഷൻസ് ഒക്കെ എന്നിട്ട് എന്ത് ചെയ്യണം, ഷെയ്ഡ് ചെയ്യണം. നെഗറ്റീവ് വരുന്ന സ്ഥലത്ത് നെഗറ്റീവും പോസിറ്റീവ് വരുന്ന സ്ഥലത്ത് പോസിറ്റീവും ഇട്ട് കൊടുക്കണം. നേരത്തെ പോലെ തന്നെയാണ്. ജസ്റ്റ് ഈ MAB MBA MBC വരുമ്പോൾ എങ്ങനെ കൈതിരിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ. ബാക്കി ഒക്കെ സിമിലർ ആണ്. ജസ്റ്റ് MBA MBC ഇതുപോലെ നോക്കി കൊടുത്താൽ മതി. ഒന്നുകൂടെ ഞാൻ പറയാം. MAB എന്ന് പറയുമ്പോൾ ദിസ് ഡയറക്ഷൻ -6.668. മൈനസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് എന്റെ കൈ ഇറക്കണം. അപ്പൊ എന്താണ്, മേളിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോ +6.668 ആണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയത്. അപ്പൊ ഞാൻ താഴെയായിരുന്നു മാർക്ക് ചെയ്യേണ്ടിയിരുന്നത്. പ്ലസ് ആയിരുന്നു, പക്ഷെ മൈനസ് ആണ്, അതുകൊണ്ട് മേളിലോട്ട്. അതുപോലെ MBA എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, അത് 4.66 പ്ലസ് ആണ്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് എന്റെ കൈ പോയി, ഇപ്പൊ മേളിലോട്ടാണ് മാർക്ക് ചെയ്യാൻ. അത് -4.66 ആയിരുന്നെങ്കിൽ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ് താഴോട്ട് പോകാൻ. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, ഒരു ഫ്രെയിംസിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇത് ക്ലിയർ ആവും. അപ്പൊ ഐ ഹോപ്പ് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന്. നമുക്ക് നെക്സ്റ്റ് ഫ്രെയിംസ് നോക്കാം. നെക്സ്റ്റ് അപ്പൊ നമുക്കൊരു ഫ്രെയിംസിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രെയിം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ABDC. അപ്പൊ ലോഡിങ് രണ്ട് സൈഡും ഫിക്സഡ് ആണ്. സോ ഇത് വിത്തൗട്ട് സൈഡ് ഒരു ഫ്രെയിം ആണ്. ഫ്രെയിമിന്റെ മൊമെന്റ്സും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. MAB MBC MBD MDB എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗിവൺ ലോഡിങ് ഒരു 10 കിലോ ന്യൂട്ടനും ഒരു 2 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിന്റെ UDL ഉണ്ട്. അതിന്റെ ഞാൻ ഓൾറെഡി വരച്ചു. ഇനി നമുക്ക് സപ്പോർട്ട് മൊമെന്റ്സ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഗിവൺ ലോഡിങ് ഒന്നുമില്ല, തന്ന സ്പാനിൽ നേരത്തെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി MAB എന്ന് പറയുന്നത് -7.718. അപ്പം MAB എന്ന് പറയുമ്പോൾ ദിസ് ഡയറക്ഷൻ, മൈനസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് പോണം. മുകളിലാണ് എഴുതേണ്ടത് 7.7185. അതുപോലെ BA എന്ന് പറയുന്നത് 3.763. BA എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മുകളിലോട്ട് എന്താണ് 3.763. ഇനി നെക്സ്റ്റ് BD എന്ന് പറയുന്നത് -2.89. അപ്പം BD ഡയറക്ഷൻ മൈനസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇവിടെ. ഇതിന്റെ താഴെയായിട്ട് വരും എത്ര, ഇവിടെ ആയിട്ട് വരും -2.898. ഇനി BC എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. എന്താണ്, ആന്റി -0.863. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഇതല്ല ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. BC ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് എന്റെ പോകുന്നത്. എത്ര, 0.864. അതുപോലെ CB ഇങ്ങോട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ഇങ്ങനെ പോയ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം CB ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ഞാൻ മാർക്ക് ചെയ്യണം, 0.432 ഞാൻ മാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ 0.83432 ജോയിൻ ചെയ്തു. ഇവിടുത്തെ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഇനി അടുത്ത് BDന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. സിമ്പിൾ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. ആൻഡ് റിക്വയർഡ് ഏരിയാസ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്.